അനുപമ ഒരു വാർത്ത വായിക്കാം. ആരോട് ചോദിച്ചിട്ടാണ് തനിച്ച് നടക്കാൻ പോയത്? ഭാര്യയെ മുത്തലാക്ക് ചൊല്ലി യുവാവിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലാണ് സംഭവം. നമുക്ക് എല്ലാവർക്കും അറിയാം, 2019 മുതൽ മുത്തലാഖ് എന്ന് പറയുന്ന ഇസ്ലാം സമൂഹത്തെ സംബന്ധിച്ചുള്ള ഈ ആചാരം അല്ലെങ്കിൽ നിയമം അത് ക്രിമിനൽ കുറ്റമാണ്. കാരണം മുത്തലാഖ് ചൊല്ലി ഒരു സ്ത്രീയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇന്നും നമ്മുടെ നാട്ടിൽ അത് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയി മഹാരാഷ്ട്രയിൽ നടന്ന ഈ ഇഷ്യൂ. അത് 2 ആഴ്ച മുൻപ് ഒറീസയിലും സമാനമായ ഒരു ഇഷ്യൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള റീസണിന് നടക്കാൻ പോയതിന്റെ റീസൺ ആണോ? ശരി അല്ല, ഒരിക്കലും അല്ല. നടക്കാൻ പോകുന്നതും അല്ലെങ്കിൽ നമ്മള് വെരി പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം, അതായത് ഞാൻ നടക്കാൻ പോവാന്ന് പറയാം. അവിടെ ഒരു കൺസെന്റിന്റെ ഇഷ്യൂ ഒന്നും വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഇയാളോട് ചോദിക്കാതെ ഈ സ്ത്രീ നടക്കാൻ പോയിന്നിരിക്കട്ടെ, ഈ സ്ത്രീ തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇവർ അടി കൂടുന്നത് നമുക്ക് മനസ്സിലാക്കാം. കൺസെന്റ് ഇല്ല, അല്ലെങ്കിൽ പറഞ്ഞില്ല, കൺസെന്റ് അല്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞു അതിനൊരാൾ ഡിവോഴ്സ് ചെയ്യുക. മുത്തലാഖ് എന്ന് പറയുന്നത് ഇസ്ലാം സമൂഹത്തെ സംബന്ധിച്ച് ഡിവോഴ്സ് ആണ്. അതിനൊരാൾ ഡിവോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒറീസയിൽ നടന്ന സമ്പലിൽ നടന്ന പ്രതിഷേധത്തില് ആ വീഡിയോ കണ്ടതിന്റെ പേരിൽ, അതിൽ പോലീസിനെ അനുകൂലിച്ചതിന്റെ പേരിൽ പെൺകുട്ടിയോട് മുത്തലാഖ് വേണ്ടിയിരിക്കുന്ന ഒരു ഭർത്താവ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം സമുദായത്തില് ഈ പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്ത്രീകളെ കല്യാണം കഴിക്കാം എന്നുള്ള ആ ഒരു ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ ഇങ്ങനെ ആ ഒരു നിയമത്തെ അല്ലെങ്കിൽ സ്ത്രീകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി അതൊരു റീസൺ ആയിരിക്കാം എന്നുള്ളതാണ്. കാരണം ഒരു മെയിൽ ഡൊമിനൻസ്, അതെ, ഇസ്ലാം സമൂഹത്തിൽ മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ നാട്ടിലൊരു മെയിൽ ഡൊമിനൻസ് ഇപ്പൊ പല റിലേഷൻഷിപ്പുകളിലും ഉണ്ട്. നമ്മളത് മാറി വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇന്ന് ഉൾഗ്രാമങ്ങളിലേക്ക് നമ്മൾ പോയി നോക്കുമ്പോൾ ഈ ഹസ്ബൻഡിന്റെ ഒരു ഡൊമിനൻസ് അത് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മൾ പ്രത്യേകിച്ച് നോർത്തിലൊക്കെ പോയിട്ട് അവിടുത്തെ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ചെറിയ വീട് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെയാണ്. അവിടെ ഭാര്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നവർ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുകയും, എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് റൂറൽ ഏരിയത്തെ കാര്യങ്ങളാണ്. അല്ലാത്ത സ്ഥലങ്ങൾ ഡെവലപ്പ് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഡെവലപ്പ് ആവാതെ പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഈ ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇവർക്കൊന്നും ഇന്നും ഇപ്പൊ എന്താണ് ഭാരത് ന്യായ് സംഹിത എന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയാത്തവരായിരിക്കും. കാരണം ഈ മുത്തലാഖ് ചൊല്ലുന്നത് ക്രിമിനൽ നിയമമാണ്. നമ്മൾ എത്രയോ ചർച്ചകൾ നടത്തിയതാണ് മുത്തലാഖിനെ പറ്റി. കാരണം ഒരു മതവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ അതിന്റെ പേരിൽ ഒരു തീരുമാനം വരിക എന്ന് പറയുമ്പോൾ അത്രത്തോളം ഡിബേറ്റുകൾ നടന്നിട്ടായിരിക്കണം ഈ മുത്തലാഖ് പോലത്തെ ഒരു സംവിധാന നിയമങ്ങൾക്കെതിരാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം കോടതി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അത്രത്തോളം ചർച്ചയായ വിഷയങ്ങൾ പോലും ഇവർ അറിഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം ഇത് ചെയ്യുന്നത് ക്രിമിനൽ കേസാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മുത്തലാഖ് ചൊല്ലി ഒരു ബന്ധം ഒഴിവാക്കി കഴിഞ്ഞാൽ പോലീസിൽ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാനും തുടർ നടപടികൾക്കും സാഹചര്യങ്ങളുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണോ ഈ പുരുഷന്മാർ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങൾക്ക് വരും തലാഖ് 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 എന്ന് പറയുന്ന 3 വാക്കുകളിൽ ഒരു ബന്ധം അവസാനിക്കുകയാണ്. നമ്മൾ ഈ മറ്റേ സിനിമയുടെ കൃത്യം പേര് ഞാൻ ഓർക്കുന്നു, കിളിച്ചുണ്ടൻ മാമ്പഴം, അങ്ങനെ കിളിച്ചുണ്ടൻ മാമ്പഴമാണ്. അതിനകത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ടല്ലോ, 1-ാം തലാഖ്, 2-ാം തലാഖ്, 3-ാം തലാഖ്, മുത്തലാഖ്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ തീരാണ്. ഈ 3 വാക്ക് ഉച്ചരിക്കുമ്പോഴേക്കും അവിടെ തീരാണ്. നമ്മൾ ഒരു ഭാര്യ ഒരു ഭർത്താവ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഭയങ്കരമായ ആത്മബന്ധത്തിലായിരിക്കും. അല്ലെങ്കിൽ ഒരു കുടുംബം സൃഷ്ടിക്കുന്നതിന്റെ ഫൗണ്ടേഷനാണ് അവർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനത്തെ വെരി സില്ലി റീസൺസ്, അത് റീസൺസും ആയിട്ട് പോലും കണക്ക് കൂട്ടാൻ പറ്റില്ല. ഒരാളുടെ വെരി ബേസിക് നീഡാണ് നടക്കുക അല്ലെങ്കിൽ ഇരിക്കുക, ഒരാളോട് വീഡിയോ കാണുക, അതിന് അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബൈറ്റുകൾ എടുക്കുന്നതിന് ഒരു കുടുംബത്തിന്റെ ബൈറ്റ് എടുക്കാൻ പോയി. ഒരു ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളും ഉണ്ട്. ആ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു BJP സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്. ആ സ്ത്രീ എന്ന് പറയുന്നത്, അവരുടെ വൈഫ് ഒരു ഇടതുപക്ഷ അനുഭാവിയാണ്. അവർ രണ്ടുപേരും 2 അഭിപ്രായങ്ങൾ ഒരേ കാറിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അതിനുശേഷം അവർ ചിരിച്ചുകൊണ്ട് വണ്ടി എടുത്തത്. അത് രണ്ടുപേരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. മാനിക്കുക, അതെ, അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നിയമങ്ങൾ ഇത്രത്തോളം ഇങ്ങനത്തെ അനീതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മതത്തിന്റെ പേരിലാണെങ്കിൽ പോലും അതിലിടപെട്ട് ആ അത്തരത്തിലുള്ള നിയമങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത്. കാരണം സ്ത്രീകളെ സംരക്ഷിക്കാനാണ്. ഒന്ന് ആലോചിക്കുക, എത്രയോ വർഷങ്ങൾ നീണ്ട റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ കല്യാണ ബന്ധങ്ങൾ പോലും ഒരു 3 വാക്കിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്തുമാവാം. ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഇസ്ലാം കമ്മ്യൂണിറ്റിയില് ഞാൻ അവരെ കുറ്റം പറയില്ല, പക്ഷെ കുറച്ചും കൂടിയും ഈ 4-5 കല്യാണം പോസിബിൾ ആണെങ്കിൽ പോലും ഇവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പുരുഷന്മാർക്കാണ് അത് കുറച്ചും കൂടി ഈസി എന്ന് പറയുന്നത്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നത്തെ കാലത്ത് കുറവാണ്. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ഒരു 18 വയസ്സൊക്കെ ആവുമ്പോഴേക്കും കല്യാണം കഴിച്ച് വിടുന്ന ഒരു പരിപാടിയുണ്ട് ഈ മുസ്ലിം പെൺകുട്ടികൾ. ഇന്നത്തെ കാലത്ത് ഇന്ന് 18 ആവാൻ കാത്തു നിൽക്കും. കാരണം അല്ലെങ്കിൽ
കേസെടുക്കും. അതുകൊണ്ട് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഈ 21 ആക്കാൻ പോവാണ് കല്യാണപ്രായം എന്ന് കേട്ട സമയത്തൊക്കെ എത്രത്തോളം വിവാദങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടികള് അവരോട് ഞാൻ ചോദിക്കുമ്പോ ഇനി എന്താ സ്കൂൾ കഴിഞ്ഞിട്ട് എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോ അത് കല്യാണത്തിന് ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഞാൻ അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്റെ ക്ലാസ്സിൽ വളരെ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു ഇസ്ലാം സമൂഹത്തിൽ പെടുന്ന. ഞാൻ ആ കമ്മ്യൂണിറ്റിയെ അങ്ങ് കുറ്റം പറയുകയല്ല, പക്ഷെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ പെൺകുട്ടി നന്നായി പഠിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്താ പരിപാടി, ഇത് കഴിഞ്ഞിട്ട് എന്താ പഠിക്കാൻ പോകുന്നത്? അവർക്ക് ഏറ്റവും ഇഷ്ടം ഹിസ്റ്ററി ആയിരുന്നു. അങ്ങനെ ഹിസ്റ്ററിയിൽ ഫോക്കസ് ചെയ്യുക, ടീച്ചിങ് അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് ചാട്. പക്ഷേ ഇവളുടെ കല്യാണം ഉറപ്പിക്കുകയാണ്. ഞങ്ങൾ +2 പഠിക്കുമ്പോൾ അവൾക്ക് അന്ന് 17 വയസ്സാണ്. കല്യാണം ഉറപ്പിച്ചു. 18 വയസ്സ് തികയുന്നത് അടുത്ത വർഷത്തിലാണ്. അടുത്ത വർഷത്തിൽ അവളുടെ കല്യാണം നടത്തിയവര്. എന്താ 2 മാസത്തിന് ശേഷം ഈ പുരുഷന് മറ്റൊരു വിവാഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറൊരു ഭാര്യയും വീട്ടുകാരും ഉണ്ടായിരുന്നു ഡൽഹിയിൽ. ഈ കല്യാണത്തിന് വേണ്ടി അവള് സ്കൂള് +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രിക്ക് പോയില്ല. അവള് ഇവന്റെ ഇഷ്ടപ്രകാരം 2 മാസത്തെ ഒരു ഷോർട്ട് കോഴ്സ് എടുത്ത് പഠിച്ചു. കാരണം 2 മാസം കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ളതാണ്. കാരണം 18 വയസ്സ് കഴിയുകയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം. അവൻ തിരഞ്ഞെടുത്തു കൊടുത്ത് ഈ കുട്ടി അത് പഠിച്ചു. അവളെ ബാക്കി എല്ലാ ആഗ്രഹങ്ങളോട് മാറ്റി വെച്ച് അവളത് പഠിച്ചു. എന്നിട്ട് എന്താണ്ടായത്, ഈ 2 മാസം കഴിയുമ്പോഴേക്കും ആ വിവാഹം രണ്ടായി. കാരണം അതിനുശേഷമാണ് ഈ പെൺകുട്ടിക്ക് ഈ ഭർത്താവിന്റെ മറ്റേ കാമുകിയിൽ നിന്ന് ഫോൺ വരുന്നതും അത് ഇവൾ അറിയുന്നതും ഇവർ വീട്ടുകാരറിയുന്നതും അത്രത്തോളം പ്രശ്നങ്ങളാവുന്നതാണ്. അവിടെ ഇല്ലാതായിട്ടുള്ള അവളുടെ കരിയറാണ്, അവളുടെ ജീവിതത്തിൽ എത്രയോ വലിയ സമയമാണ്. പിന്നെ ആ ട്രോമയിൽ നിന്ന് അവൾ കയറി വരിക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് ഈ മുത്തലാഖ് പോലെയുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത്. മാനുഷിക പരിഗണന വെച്ചിട്ടായാലും ആരും അങ്ങനെ പറയാൻ പാടില്ല. നേരിട്ട് ആ സ്ത്രീയുടെ പക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ വൈകിട്ടൊന്നും നടക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ നമ്മളെ ഡിവോഴ്സ് ചെയ്തു എന്ന് അറിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, നമ്മൾ എന്താണ് അവിടെ ചെയ്തത്? നമ്മൾ നമ്മുടെ ബേസിക് നീഡായിട്ടുള്ള നടക്കുക, ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഒരാളോട് അനുവാദം ചോദിച്ചിട്ടാണോ? ഇനിയിപ്പം എന്താ പറയാ, നമ്മൾ സംസാരിക്കും, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഭാര്യ ആയാലും ഭർത്താവായാലും ഇപ്പൊ പാരന്റ്സ് ആയാലും നമ്മൾ പറയും, അതായത് ഞാൻ പോയിട്ട് വരാം, അല്ലെങ്കിൽ അന്നേരം പ്രസന്റബിൾ ആണ്, പ്രസന്റഡ് ഉള്ളിലുള്ള ഇനിയിപ്പോ അത് എന്തോ ആയിക്കോട്ടെ, ഇവർ ചെയ്ത തെറ്റോ ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് ഇവർക്ക് നിയമപരമായ ഡിവോഴ്സിലേക്ക് പൊക്കൂടെ? അതൊരു വലിയ ചോദ്യമല്ലേ. ഇവരിപ്പോ ഇനി ചെയ്തത് തെറ്റാണ്, ഭർത്താവിനോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു, അല്ലെങ്കിൽ ഇവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു തന്നെ ഇരിക്കട്ടെ, അത്തരത്തിൽ അവർ ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടാണ് നിയമപരമായി? നമുക്കറിയാം 2019 മുതൽ മുത്തലാഖ് പ്രാബല്യത്തിലില്ലേ മുത്തലാഖ്. ആ ഇല്ലാത്തൊരു സാധനത്തിന്റെ പുറത്ത് ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, അല്ലെങ്കിൽ ഒരു ബന്ധം വേണ്ടെന്ന് വെക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അരോചകമായ കാര്യങ്ങളാണ്. കാരണം ബേസിക് ആയിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമവശങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ അന്ധന്മാരായി അല്ലെങ്കിൽ പൊട്ടന്മാരായി ജീവിക്കരുത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെറ്റാണെന്നുള്ളത് അറിഞ്ഞിട്ടും അതറിയാതെ അതിന് മേലെയാണ് ഇവരുടെ ധാർഷ്ട്യം എന്ന രീതിയിലാണ് ചില ആണുങ്ങൾ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലായി. ഇവിടെ ഇതുപോലെ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. കോടതികൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ കോടതികൾ നിഷേധിച്ചിട്ടും ഇന്നും നടക്കുന്ന ഒരുപാട്, ജാതി പറയുന്നത് തെറ്റാണ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ജാതി ചോദിക്കരുത്. ഇന്ന് എത്ര പേര് ജാതി ചോദിക്കുന്നുണ്ട്? ജാതി ചോദിക്കാത്ത ആൾക്കാരുണ്ടോ? ഇല്ല. ഇപ്പൊ നിയമങ്ങളാണെങ്കിലും നമ്മൾ സൊസൈറ്റിയിൽ വെക്കുന്ന ചില നോംസ് ആണെങ്കിലും അത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രാതിനിധ്യം പിന്നീട് പോകുമ്പോൾ അതിന് ലഭിക്കുന്നില്ല, അത് മറന്നു പോവുകയാണ്. അല്ലെങ്കിൽ ഇപ്പോഴും ചില നിയമങ്ങളൊന്നും ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മേ ബി ഇത്തരത്തിലുള്ള കല്യാണം പോലെയുള്ള വിവാഹങ്ങൾക്ക് അവർ അത്ര വിലയെ, മേ ബി കല്യാണം പോലെയുള്ള ചടങ്ങുകൾക്കൊക്കെ അവർ അത്ര വിലയെ കൊടുക്കുന്നുണ്ടാവുള്ളൂ.